നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗമുടൻ. കേന്ദ്രം അനുവദിച്ച വായ്പ എങ്ങനെ ചെലവഴിക്കണമെന്നതും ചർച്ചയ്ക്ക്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഏകോപനത്തിന് സമിതി രൂപീകരിച്ചു സർക്കാർ. അദ്ദേഹം സ്വയം തിരുത്തിക്കൊണ്ട് പാർട്ടിയുടെ നിലപാടിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിന്റെ വ്യവസായ നയത്തെ പുകഴ്ത്തിയ ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. തരൂർ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് പരസ്യ നീക്കത്തിന് ഒരുങ്ങി നേതാക്കൾ. വിജയപ്രതീക്ഷ തല്ലിക്കെടുത്തരുതെന്ന് വീക്ഷണം. തരൂരിനെ പിന്തുണച്ച് CPM. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെയെല്ലാം കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. തൃത്താല ഉറൂസിൽ ഹമാസിന് പിന്തുണ. ഹമാസ് നേതാക്കളുടെ ചിത്രവുമായി എഴുന്നള്ളിപ്പ്. യുവനടിയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരദ്വേഷത്തോടെ. കുറ്റപത്രം ഉടൻ കോടതിയിൽ നൽകും. കോട്ട ബാങ്ക് കവർച്ചയിൽ പ്രതിയുടെ വീട്ടിൽ നിന്ന് മോഷണ മുതൽ കണ്ടെടുത്തു. 12 ലക്ഷം കിട്ടിയത് പ്രതിയുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ. വസ്ത്രങ്ങളും കത്തിയും വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ബാങ്കിൽ തെളിവെടുത്തു. ഡൽഹിയിലും ബീഹാറിലും ഒഡീഷയിലും ഭൂചലനം. ജനങ്ങൾ വീടുകളിൽ നിന്ന് തുറസായ സ്ഥലങ്ങളിലേക്ക് മാറി. കുലുക്കം ആദ്യം അനുഭവപ്പെട്ടത് ഡൽഹിയിൽ പുലർച്ചെ 5:30. റിക്ടർ സ്കെയിലിൽ 4 രേഖപ്പെടുത്തിയ പ്രകമ്പനമെന്ന് സ്ഥിരീകരണം. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേര് ഉയരുന്നു. അവർ രണാങ്കണത്തിൽ പടരുന്നുവെന്ന് അവരാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ഞങ്ങളിൽ വിടുന്ന ഓരോ തുള്ളി കണ്ണുനീരും ആർക്ക് ശാപമായി തീരാതിരിക്കാൻ ഞങ്ങളുടെ ആവശ്യം അവർ അംഗീകരിച്ച് അതിനെ അവർ രേഖാമൂലം രേഖയാക്കി ഞങ്ങൾക്ക് തന്നേ പറ്റൂ. സർക്കാരിന്റെ പരിഹാസത്തിനിടയിലും സമരം തുടർന്ന് ആശാവർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരം 8ാം ദിവസം. രാഷ്ട്രീയ പ്രേരിത സമരമെന്ന ധനമന്ത്രിയുടെ പ്രസ്താവന അധിക്ഷേപിക്കലെന്ന് മറുപടി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സച്ചിൻ ബേബിക്ക് അർദ്ധ സെഞ്ചുറി. റോഹൻ കുന്നുമ്മലും അക്ഷയ് ചന്ദ്രനും പുറത്ത്. പാലക്കാട് തൃത്താലയിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളുമായി പള്ളി നേർച്ച. ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് നേതാക്കളുടെ ചിത്രം ഇടം പിടിച്ചത്. നേതാക്കളായ ഉസ്ബൈൽ ഹനി, യഹിയ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം? ഇങ്ങനെ ഒരു എഴുന്നള്ളിപ്പ് അതെന്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു? രഞ്ജിത്തെ, ഈ തൃത്താല നേർച്ച എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ അത് തീർത്തും പള്ളി നേർച്ചയായി തന്നെയായിരുന്നു ആചരിച്ചു വന്നിരുന്നത്. അല്ലെങ്കിൽ ഒരു മതവിഭാഗം മാത്രമായിരുന്നു അത് ആചരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് അത് അല്ലെങ്കിൽ ഇപ്പോഴത് ഒരു ദേശം മുഴുവൻ, അതായത് ആ നാട് മുഴുവൻ ആഘോഷിക്കുന്ന, ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ദേശോത്സവമായി തന്നെയാണ് തൃത്താല നേർച്ച ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത്. ഇതിലാണ് ഈ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളുമായി എത്തിയിരിക്കുന്നത്. ഈ നേർച്ചയുടെ ഭാഗമായുള്ള ഘോഷയാത്രയിൽ ഈ ആനകളുടെ ഈ തിടമ്പിന് പകരം ഈ നേതാക്കന്മാരുടെ ഈ ഫോട്ടോ പൊക്കി കാണിക്കുകയായിരുന്നു. ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, അതുപോലെ ഹിസ്ബുള്ള നേതാവായ ഹസൻ നസ്രുള്ള, ഈ 3 നേതാക്കന്മാരുടെ ഫോട്ടോകളാണ് ഉയർത്തിക്കാട്ടിയത്. ഇതിൽ ഉയരുന്ന ഒരു വിവാദം, അത് കുട്ടികളടക്കം, ചെറിയ കുട്ടികളുടെ അടക്കം കൈകളിൽ ഇവരുടെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ഒപ്പം വലിയ രീതിയിലുള്ള ആർപ്പുവിളികളും ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു.
ആയിരുന്നു ഈ നേതാക്കന്മാരുടെ ഫോട്ടോ ഉയർത്തിയ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. കാരണം ഫലസ്തീൻ നിലപാട് അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയോട് ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പലപ്പോഴും ഈ തീവ്രവാദ സംഘടന എന്ന് പല രാജ്യങ്ങളും മുദ്രകുത്തുന്ന അല്ലെങ്കിൽ പാക് അനുകൂല നിലപാടെടുക്കുന്ന ഇത്തരം നേതാക്കന്മാരുടെ ഫോട്ടോകൾ എന്തിനാണ് ഈ കേരളത്തിലെ ഒരു ആഘോഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അവർക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആഘോഷത്തിൽ എന്തിനാണ് ഈ നേതാക്കന്മാരുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടുന്നത്? അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ ഉത്സവത്തിൽ ഈ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരം നേതാക്കളുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടിയതാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത്. കാരണം ഫലസ്തീൻ നിലപാട് സ്വീകരിച്ച് അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല നേതാക്കന്മാരും രാഷ്ട്രീയ, സിനിമ, സാംസ്കാരിക മേഖലയിലുള്ളവരൊക്കെ തന്നെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇത്തരത്തിൽ ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ചിത്രമല്ല ഉയർത്തിക്കാട്ടുന്നത്. മറിച്ച് ഫലസ്തീൻ കഫിയ അല്ലെങ്കിൽ ഫലസ്തീൻ തണ്ണിമത്തം പോലുള്ള പ്രതീകങ്ങൾ, അത്തരം കാര്യങ്ങളാണ് എല്ലായ്പ്പോഴും ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യമായി ഉയർത്തിക്കാട്ടാറ്. എന്നാൽ ഈ ആഘോഷത്തിൽ, അതും ഒരു ഉറൂസ് ചടങ്ങിൽ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ ഒന്നാകെയുള്ള ആഘോഷ പരിപാടികളിൽ ഉയർത്തിക്കാട്ടിയത് അവിടുത്തെ നേതാക്കന്മാരുടെ ഫോട്ടോകൾ, അതും പലപ്പോഴും ഇന്ത്യക്ക് എതിർപ്പുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ പാക് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന നേതാക്കന്മാരുടെ ഫോട്ടോകൾ അത് ഉയർത്തിക്കാട്ടി എന്നതാണ് ഈ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്, രഞ്ജിത്ത്. ഒപ്പം തന്നെ ഇത് ആദ്യകാലങ്ങളിൽ ഈ തൃത്താല നേർച്ച എന്നത് ഒരു പള്ളിയുടെ ആഘോഷമായി അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആഘോഷം മാത്രമായി ആയിരുന്നു നിലനിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് എല്ലാ മതവിഭാഗങ്ങളുടെയും അല്ലെങ്കിൽ ആ ഒരു നാടിന്റെ ഒന്നാക്കിയ ആഘോഷമാണ്. അവിടെ പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നിലപാട് വന്നു? ഒരിക്കലും ഈ വിമർശിക്കുന്നവർ പോലും പറയുന്ന കാര്യം, ഒരിക്കലും ഞങ്ങൾ ഫലസ്തീന് എതിരല്ല അല്ലെങ്കിൽ ഗസയിലെ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എതിരല്ല. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിൽ പല രാജ്യങ്ങളും തീവ്രവാദി സംഘടന എന്ന് മുദ്രകുത്തിയ ഹമാസിന്റെ നേതാക്കളുടെ ഫോട്ടോകൾ ഉയർത്തിക്കാട്ടി എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നതും വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നതും. അതാണ് സാഹചര്യം. ഏതായാലും ഇത് പലവിധ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം. തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം യോഗം ചേരും. അസാധാരണ നിബന്ധനകളോടെ കേന്ദ്രം അനുവദിച്ച വായ്പ എങ്ങനെ ചിലവഴിക്കണമെന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും. വായ്പയുടെ വിനിയോഗത്തിന് സമയം നീട്ടിച്ചോദിക്കുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുക. അരുൺ, ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് സർക്കാരിന്. പ്രത്യേക സമിതി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചുവെന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് ഇനി ഈ വിഷയത്തിൽ സർക്കാർ കൈക്കൊള്ളാനിരിക്കുന്നത്? വയനാട് പുനരധിവാസത്തിന്റെ പുരോഗതി വിലയിരുത്തലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വന്നത് ഈ കേന്ദ്ര വായ്പ ചിലവഴിക്കുന്നതിലെ മാനദണ്ഡങ്ങളാണ്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കേന്ദ്രം അനുവദിച്ച തുക ചെലവഴിക്കുകയും അത് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകുകയും വേണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. അത് ഏറെക്കുറെ അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഏത് രീതിയിൽ മുന്നോട്ട് പോകാം, വിവിധ വകുപ്പുകളിലായാണ് തുക ചെലവഴിക്കേണ്ടത്, അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ഈ യോഗത്തിൽ ചർച്ചയുണ്ടാകും. റവന്യൂ മന്ത്രി കെ രാജനും ചീഫ് സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയും ദുരിതനിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയും ഒക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ടൗൺഷിപ്പ് നിർമ്മാണവും എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കലും അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. ഭൂമി ഏറ്റെടുക്കൽ ഇതുവരെയും പൂർണ്ണമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ആ പ്രശ്നങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്ന ഉറപ്പാണ്. ഇതിനിടെയാണ് സർക്കാർ ഈ വയനാട് പുനരധിവാസ ഏകോപനത്തിന് ഒരു പ്രത്യേക സമിതിയെ, ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിയെ രൂപീകരിച്ച് ഉത്തരവിറക്കിയത്. അതിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷ സമിതിയിൽ വകുപ്പ് സെക്രട്ടറിമാരും ജില്ലാ കളക്ടറും അംഗങ്ങളാണ്. പുനരധിവാസ പദ്ധതി കൺസൾട്ടന്റായ കിക്കോഡിന്റെ സീനിയർ പ്രോജക്ട് കൺവീനറും ഈ സമിതിയിൽ ഉണ്ടാകും. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയാണ് സമിതിയുടെ മുഖ്യ ചുമതല. മന്ത്രിസഭാ തീരുമാനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തീരുമാനം നടപ്പാക്കുന്നതിനും സമിതി മേൽനോട്ടം വഹിക്കണമെന്ന ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഏതായാലും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗം ആരംഭിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട തീരുമാനം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷിക്കുന്നത് എങ്ങനെ തുക ചെലവഴിക്കാം എന്നുള്ളതിൽ ഒരു തീരുമാനമുണ്ടാകുമോ എന്നുള്ളതാണ്. വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഏകോപനത്തിന് സമിതി രൂപീകരിച്ച സർക്കാർ. ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിയിൽ വകുപ്പ് സെക്രട്ടറിമാരും ജില്ലാ കളക്ടറുമാണ്
അംഗങ്ങൾ പുനരധിവാസ പദ്ധതിയുടെ കൺസൾട്ടന്റായ കിഫ്കോണിന്റെ സീനിയർ പ്രോജക്ട് അഡ്വൈസറും സമിതിയിൽ ഉണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയാണ് സമിതിയുടെ മുഖ്യ ചുമതല. മന്ത്രിസഭാ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനും സമിതി മേൽനോട്ടം വഹിക്കണം. പുനരധിവാസം പാളിയതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തെ UDF പിന്തുണയ്ക്കുന്നുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. നോക്കൂ, വയനാട് പുനരധിവാസം പാളിയതിന്റെ സമ്പൂർണമായ ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. പക്ഷേ പിണറായി വിജയൻ അത് കേന്ദ്രത്തിന്റെ തലയിലിട്ടു. സാമാന്യ ബുദ്ധിയില്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷം പിണറായി വിജയന്റെ ആ നറേറ്റീവിനെ പിന്തുണയ്ക്കുന്നു. എല്ലാ രംഗങ്ങളിലും ഇതാണ് സ്ഥിതി. കേന്ദ്രം കനിയാത്തതുകൊണ്ടാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള സമർത്ഥമായിട്ടുള്ള പ്രചാരണം നടത്തുന്നു. ആ പ്രചാരണം VD സതീശനും സുധാകരനും ഏറ്റുപിടിക്കുകയാണ്. ഇവർ പ്രതിപക്ഷമാണോ? സർക്കാരിന്റെ വ്യവസായ നയത്തെ പുകഴ്ത്തിയ ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. തരൂർ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് പരസ്യ നീക്കത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതാക്കൾ. വീക്ഷണം ദിനപത്രത്തിൽ തരൂരിനെ വിമർശിച്ച് ലേഖനവും പ്രസിദ്ധീകരിച്ചു. തരൂരിന്റെ നീക്കം പുതിയ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണോ എന്ന സംശയം ചില കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലുമുണ്ട്. ഒപ്പം തരൂരിന്റെ പ്രസ്താവന പാർട്ടി അണികളിൽ കടുത്ത ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നു. തരൂർ നിലപാട് തിരുത്തണമെന്ന ആവശ്യം പരസ്യമാക്കുകയാണ് നേതാക്കൾ. ഞാൻ അങ്ങനെ ഇരിക്കും. ഞാൻ അദ്ദേഹത്തിന് പാർട്ടിയോടുള്ള കൂറിനെ ഞങ്ങൾ ആരും സംശയിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആരും ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം സ്വയം തിരുത്തിക്കൊണ്ട് പാർട്ടിയുടെ നിലപാടിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തരൂരിനെതിരെ കോൺഗ്രസ് മുഖപത്രം എഡിറ്റോറിയൽ എഴുതി. സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന UDFന് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് തരൂരിന്റെ നീക്കമെന്നാണ് വിമർശനം. പടിയിൽ കലമുടയ്ക്കരുതെന്ന് വീക്ഷണത്തിന്റെ മുന്നറിയിപ്പ്. തരൂർ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അച്ചടക്ക നടപടി ആവശ്യപ്പെടാൻ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ തയ്യാറല്ല. അത്തരം നീക്കം കൂടുതൽ രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന്റേത്. തരൂരിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന നിലപാടുള്ളവരുമുണ്ട്. ശശി തരൂർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നാണ് മാത്യു കുഴൽനാടിന്റെ വാദം. Tarur is justified, but he quoted a misleading fact. രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും ഉള്ളിന്റെ ഉള്ളിലൊരു സംശയത്തിന്റെ പോലെ ഉണ്ടായിരുന്നു. പ്രതിരോധത്തിലാക്കിയതല്ല, ഇത് CPM-ന് ഉപയോഗിക്കാനുള്ളൊരു വടിയായില്ല. തരൂരിന്റെ പേരെടുത്തുള്ള വിമർശനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവും തയ്യാറായിട്ടില്ല. പകരം സംസ്ഥാന സർക്കാരിന്റേത് തെറ്റായ കണക്കെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. ശശി തരൂരിന്റെ ലേഖനമെഴുത്ത് അനുചിതമായി പോയെന്ന അഭിപ്രായം ഹൈക്കമാൻഡിനുമുണ്ട്. പാർട്ടിയിൽ പടയൊരുക്കം നടക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് നിലപാട് തിരുത്താൻ തരൂർ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് 18 തിരുവനന്തപുരം. തരൂരിനെ തള്ളാതെ കെ സുധാകരൻ. തരൂരിന്റേത് പാർട്ടി നിലപാടല്ല, വ്യക്തിപരമായ അഭിപ്രായമാണ്. CWCയിൽ നിന്ന് ഒഴിവാക്കേണ്ട തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും കെ സുധാകരൻ പറഞ്ഞു. അല്ല, ശശി തരൂറിന്റെ അഭിപ്രായം ശശി തരൂർ പറഞ്ഞു. ആ അഭിപ്രായത്തെക്കുറിച്ച് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ട്. വ്യക്തികൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകാം, പക്ഷെ പാർട്ടി തീരുമാനമാണ്, പാർട്ടി അഭിപ്രായമാണ്. അത് ഔദ്യോഗികമായി ഔപചാരികമായി നമ്മൾ അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായത്തോടൊപ്പമാണ് പാർട്ടി എന്ന് മാത്രം ഇതേക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നു. അതേസമയം തരൂരിനെ പിന്തുണച്ച് CPM നേതാക്കൾ വീണ്ടും രംഗത്ത് വന്നു. സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ചതിനാണ് തരൂരിനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നല്ലത് പറയുമ്പോൾ വിലക്കുന്ന കേരള വിരുദ്ധ പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെയെല്ലാം കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. ആ വസ്തുതയെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരും പ്രതിപക്ഷത്ത് ഉള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഓരോ വക്താവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതാണ് ശശി തരൂർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാദകം. കേരളത്തെക്കുറിച്ച് നല്ലത് പറയുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയൊരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മാറിയോ? നമ്മൾ പരിശോധിക്കണ്ടേ? കേരള വിരുദ്ധ കോൺഗ്രസ്സായി കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയോ? സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചാ നിരക്കിനെ കുറിച്ച് ഇല്ലാത്ത കണക്ക് സർക്കാർ പറയുന്നതായി VD സതീശൻ ആരോപിച്ചു. ഇല്ലാത്ത ഈസ് ഓഫ് ഡൂയിങ് സൂചിക അതിന് ഉദാഹരണമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചിക 2021 നിർത്തലാക്കിയതാണെന്നും VD സതീശൻ പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ഇപ്പം ഇല്ല.
ഇല്ലെന്ന് സൂചിക ഇല്ലെന്ന് നിങ്ങൾ നോക്കിക്കോ. ആ ഇൻഡിക്കേറ്റർ ഇപ്പൊ ഇല്ല, ആ ഇൻഡിക്കേറ്റർ നിർത്തി. അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതിൻ്റെ അകത്ത് ഒരു ഇത് മാത്രമാണ്, ഒരു ഘടകം മാത്രമാണ്. അതിൽ കേരളം 4ാം സ്ഥാനത്താണ്. വ്യാവസായിക രംഗത്തെ കേരളത്തിന്റെ വളർച്ചയെ പുകഴ്ത്തിയ തരൂരിനെതിരെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം രംഗത്ത് വരുന്നതിനിടെ മുതിർന്ന നേതാവ് AK ആന്റണിയുടെ പഴയ ഒരു പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. കേരളത്തിലേക്ക് വ്യവസായം കൊണ്ടുവരാൻ 2006 ഇടത് സർക്കാർ നൽകിയ പിന്തുണയെക്കുറിച്ചായിരുന്നു ആന്റണിയുടെ പുകഴ്ത്തൽ. ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടിയെയും വേദിയിലിരുത്തിയായിരുന്നു ആ പ്രസംഗം. അഗ്രിമെന്റ് ഭാഗത്തുണ്ടായ സഹായത്തിന് നന്ദി പറയാൻ വലിയ ഭാഷാ പഠനമില്ലാത്ത എന്റെ നിഘണ്ടുവിൽ വാക്കുകളില്ല. എന്റെ കയ്യിലുള്ള എല്ലാം നല്ല വാക്കുപയോഗിക്കുന്നതാണ്. ഞാനവിടെ തീരുമാനങ്ങൾ എടുക്കുക മാത്രമേ ഉള്ളൂ. നടത്തിപ്പ് കൂട്ടുവാൻ കേരള ഗവൺമെന്റും വ്യവസായ വകുപ്പും കരീമും ഒക്കെയായിരുന്നു. ES അച്യുതാനന്ദനും എന്നെ കാര്യമായി സഹായിച്ചു. ബ്രഹ്മോസ് ഉൾപ്പെടെ പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കേരളത്തിലെത്തിയത് AK ആന്റണി രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോഴാണ്. 2006 മുതൽ 2011 വരെയുള്ള VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തായിരുന്നു പ്രതിരോധ മേഖലയിൽ കേന്ദ്രം വലിയ തോതിൽ കേരളത്തിൽ നിക്ഷേപം നടത്തിയത്. വിരുദ്ധ രാഷ്ട്രീയ ചേരികളിലുള്ള 2 പാർട്ടികളാണ് കേരളവും കേന്ദ്രവും ഭരിച്ചിരുന്നതെങ്കിലും അതൊന്നും വികസനത്തിന് തടസ്സമായില്ല. രാഷ്ട്രീയം മറന്ന് അകമഴിഞ്ഞു പിന്തുണച്ച VS അച്യുതാനന്ദനെയും ഇളമരം കരീമിനെയും ആന്റണി പ്രകീർത്തിച്ചത് അപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയെയും വേദിയിലിരുത്തിയായിരുന്നു. മാത്രമല്ല UDF സർക്കാരിന്റെ കാലത്ത് പ്രതിരോധ മേഖലയിലെ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തനിക്ക് ധൈര്യമില്ലെന്ന് കൂടി ആന്റണി പറഞ്ഞു. എനിക്ക് എന്തോ ഒരു ധൈര്യം ചോർന്നുപോയിരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായി കേരളത്തിലേക്ക് പുതിയൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഒരു ഗ്രഹപാഠവും ചെയ്യുന്നില്ല, കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാനുള്ള ധൈര്യം എനിക്ക് കുറഞ്ഞിരിക്കും. കാരണം എന്റെ കയ്യിലുള്ള സ്ഥാപനങ്ങളെല്ലാം പ്രതിരോധ വകുപ്പിലെ സ്ഥാപനങ്ങളാണ്. മറ്റു വ്യവസായം നടത്തുന്ന ശൈലിയിൽ ഈ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റില്ല, അനുവദിക്കില്ല. ശശി തരൂരിന്റെ സർക്കാർ അനുകൂല നിലപാട് UDFിനുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. വീണ് കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കുകയാണ് CPM സർക്കാരും. ശശി തരൂരിന്റെ സാക്ഷ്യം കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിനുള്ള ഗുഡ് സർട്ടിഫിക്കറ്റായി ഇടതുപക്ഷം പ്രചരിപ്പിക്കും. ആന്റണിയുടെ പഴയ പ്രസംഗം കൂടി ഇടതു കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുന്നതോടെ തരൂർ UDFിനുണ്ടാക്കിയ മുറിവിന്റെ ആഴവും വേദനയും ഇനിയും കൂടും. ന്യൂസ് 18 തിരുവനന്തപുരം. തരൂരിനെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ ഉള്ളതുപോലെ പറയുന്നയാളാണ് തരൂർ. തരൂരിന് പണ്ടേ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തരൂര് പറഞ്ഞുവെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അത് 100% തള്ളിക്കളയാമെന്നല്ല തരൂരിന്റെ അഭിപ്രായം. കൊണ്ട് തരൂര് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് കൊടുവാളുമായിട്ട് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുന്നത് ശരിയല്ല. സർക്കാരിനെ പുകഴ്ത്തി എന്ന വിവാദങ്ങൾക്കിടെ CPMനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ശശി തരൂർ. പെരിയ ഇരട്ടക്കൊല വാർഷികത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പുറത്തിറക്കിയ പോസ്റ്ററാണ് തരൂർ പങ്കുവച്ചത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 2 പ്രതികൾക്ക് പരോളിന് നീക്കം. 8ാം പ്രതി സുബീഷ്, 15ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് പരോളിന് അപേക്ഷ നൽകിയത്. ജീവപര്യന്തം ശിക്ഷ വിധിച്ച് 1 മാസം തികയും മുൻപാണ് പ്രതികൾക്ക് പരോൾ നൽകാനുള്ള നീക്കം നടക്കുന്നത്. 14 പ്രതികളെയാണ് ശിക്ഷിച്ചത്. ഇതിൽ 10 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതിലുള്ള 2 പ്രതികളാണ് ഇപ്പോൾ പരോളിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 8ാം പ്രതി സുബീഷ്, 15ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് ജനുവരി 21, 22 തീയതികളിലായി അപേക്ഷ സമർപ്പിച്ചത്. കേസിൽ ശിക്ഷ വിധിച്ച് 1 മാസം പൂർത്തിയാകുന്നതിന് മുൻപാണ് പരോളിനായുള്ള അപേക്ഷ. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളുടെ പരോൾ അപേക്ഷയിന്മേൽ അധികൃതർ നടപടി ആരംഭിച്ചു. പാർട്ടി മാത്രമല്ല സർക്കാർ തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്നത് അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കലാണെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ ന്യൂസ് 8നോട് പറഞ്ഞു. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് എത്ര 1000 ദിവസമോ മറ്റ പരോൾ നൽകിയ സർക്കാരല്ലേ ഇത്. അപ്പോൾ എങ്ങനെയെങ്കിലും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനും അവരെ സംരക്ഷിക്കാനുള്ള ഒറ്റ തീരുമാനത്തിലാണ് സർക്കാർ പോകുന്നത്. ഇവരെ അവരെ ജയിലിലിട്ടിട്ട് ഈ ക്രിമിനലുകളെ അവരെ തെറ്റ് കണ്ടവരെ ശിക്ഷിക്കപ്പെടേണ്ട ഒരു സർക്കാർ നേരെ തിരിച്ച് ഇവരെ രക്ഷിക്കാൻ നോക്കുക എന്ന് വെച്ചാൽ എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു അവസ്ഥയാണ് ഈ കേരളത്തിൻ്റെത്. അതേസമയം പരോൾ അനുവദിച്ചാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. എന്നാൽ 2 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചാൽ പ്രതികൾക്ക് പരോളിന് അർഹതയുണ്ടെന്നാണ് ജയിൽ അധികൃതരുടെ വാദം. ജയിൽ ഉപദേശക സമിതിയാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പെരിയ കേസ് പ്രതികളുടെ പരോൾ നീക്കത്തിനെതിരെ K സുധാകരൻ. CPM ഭരിക്കുന്ന കാലത്തോളം ഇതൊക്കെ തുടരും. ഏക ഛത്രാധിപതിയെ പോലെ ഭരിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നടക്കുമെന്നും സുധാകരൻ പറഞ്ഞു.
അത് CPM ഭരിക്കുന്നിടത്തോളം കാലം അതെല്ലാം തുടരും. നിങ്ങൾക്കറിയാമല്ലോ, CPM ഭരിക്കുമ്പോൾ നടന്നിരിക്കുന്ന ഒരുപാട് കൊലപാതകത്തിൻ്റെ അകത്തുള്ള എത്രയോ പ്രതികൾ ജയിലിൽ തടവുകാരനല്ല, ജയിലിൽ സൂപ്രണ്ടാണ്. എത്ര ആൾ വേണം ഞാൻ പറഞ്ഞു തരാം. അവരെ അതിന് പരാതി കൊടുത്താൽ തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരേക്കാക്കും, കണ്ണൂരിൽ നിന്ന് പരാതി കൊടുത്താൽ അത് തൃശ്ശൂരിലേക്കാക്കും. എല്ലാ സ്ഥലത്തും ഈ നിയമം കാറ്റിൽ പറത്തി ഏകഛത്രാധിമാരെ പോലെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഉള്ള കാലം വരെ ഇതൊക്കെ നടക്കും ഇവിടെ. പെരിയ കേസ് പ്രതികളുടെ പരോൾ നീക്കം എതിർക്കുമെന്ന് VD സതീശൻ. പ്രതികളെ പേടിച്ചാണ് സർക്കാർ നിൽക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ ഒടിയ ക്രിമിനലുകൾക്ക് ഗവൺമെന്റ് പ്രോത്സാഹനം കൊടുക്കുക, അതിനെതിരായി ഞങ്ങൾ ശക്തമായി പറഞ്ഞു. 1.5 മാസമായിട്ടില്ല ഒരു ജയിലിൽ പോയിട്ട്, അതിനുമുമ്പ് അവർക്ക് പരോൾ കൊടുക്കാണ്. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് 1071 ദിവസമൊക്കെയാണ് പരോൾ കൊടുത്തിരിക്കുന്നത്. 3 കൊല്ലം കാലം അവർ പുറത്താണ്. ആലോചിച്ച് നോക്കി. ജയിലിൽ കിടക്കുമ്പോൾ VVIP ട്രീറ്റ്മെൻറ്റാണ്. ഭക്ഷണം, മദ്യം, ലഹരി മരുന്ന്, ഫോണ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവർക്ക് കൊടുക്കുകയാണ്, സർക്കാർ കൊടുക്കുക. പ്രതികളെ പേടിച്ചാണ് സർക്കാർ നടക്കുന്നത്. കാരണം ഗൂഢാലോചന കുറ്റത്തിൽ നേതാക്കന്മാർ അകത്തു പോകുന്നുള്ള പേടിയാണ് CPM നേതാക്കൾക്ക്. അതിനാണ് ഈ പ്രതികളെ ചെയ്യുന്നത്. പിന്നെ ഇനി ഇതുപോലെ 2 ചെറുപ്പക്കാരെ ക്രൂരമായി കൊല ചെയ്ത പ്രതികളോടാണ് അവരെ അഭിവാദ്യം ചെയ്താണ് ജയിലിൻ്റെ മുമ്പിൽ നിന്ന് പാർട്ടി സ്വീകരിച്ചത്. അന്തർദേശീയ തീവ്രവാദി സംഘടനകളെക്കാൾ മോശമായ പാർട്ടിയായി CPM മാറുകയാണ്. 2 ചെറുപ്പക്കാരെ കൊല ചെയ്ത, 2 കുടുംബത്തെ അനാഥമാക്കിയ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം കൊടുത്തപ്പോൾ അവരെ ജയിലിൻ്റെ മുന്നിൽ നിന്ന് ഇൻകുലാബ് വിളിച്ച് അഭിവാദ്യം ചെയ്യുന്ന അത്രയും വൃത്തികെട്ട ഒരു പാർട്ടിയായി കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയെന്ന് വ്യക്തമാക്കി കുറ്റപത്രം തയ്യാറാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതെന്ന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള സിദ്ദിഖിന്റെ പടിയിറക്കത്തിന് വഴിവെച്ച ബലാത്സംഗ പരാതി ശരിയെന്നുറപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് യുവനടിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗത്തിന് ഇരയാക്കിയതായി തെളിവ് നിരത്തി കുറ്റപത്രത്തിൽ സ്ഥിരീകരിക്കുന്നു. 2016 ജനുവരി 28 തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിലെ മുറിയിലായിരുന്നു പീഡനം. സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂവിനായി എത്തിയ നടിയെ സിദ്ദിഖ് ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. പ്രിവ്യൂ കാണാൻ നടിയെയും കുടുംബത്തെയും സിദ്ദിഖ് ക്ഷണിച്ചതിനും യുവനടി മാസ്കോട്ട് ഹോട്ടലിൽ എത്തിയതിനും സിദ്ദിഖ് അന്ന് അവിടെ താമസിച്ചതിനും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളുമുണ്ടെന്ന് കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. കുറ്റകൃത്യം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് പരാതി എന്നതായിരുന്നു സിദ്ദിഖ് ആരോപണം നിഷേധിക്കാൻ നിരത്തിയ പ്രധാന വാദം. യുവതി സമാന ആരോപണം ഉന്നയിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും തന്റെ പേരില്ലെന്നും വാദിക്കുന്നു. ഇതിനുള്ള മറുപടിയും കുറ്റപത്രത്തിലുണ്ട്. ബലാത്സംഗത്തിനു ശേഷം യുവതി എറണാകുളത്ത് ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയിരുന്നു. ഈ ഡോക്ടറോട് അന്ന് തന്നെ പീഡന വിവരം വെളിപ്പെടുത്തിയെന്നും ഡോക്ടർ മൊഴി നൽകിയെന്നുമാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ എടുത്ത കേസുകളിൽ ഏറ്റവും ശക്തമായ തെളിവുള്ള കേസെന്ന വിശ്വാസത്തോടെയാണ് പ്രത്യേക സംഘം അന്വേഷണം പൂർത്തിയാക്കിയത്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിച്ചാലുടൻ കോടതിയിൽ സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ മേഖലയിൽ താരസംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിൽ തർക്കം തുടരുന്നു. അമ്മ മുൻ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വക്കീൽ നോട്ടീസ് അയച്ചു. അസോസിയേഷനെ അവഹേളിച്ചതിൽ മാപ്പ് പറയണം എന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. അസോസിയേഷൻ അമ്മയ്ക്ക് പണം നൽകാനുണ്ടെന്ന വാദം തെറ്റാണെന്നും എല്ലാത്തിനും കൃത്യമായ രേഖയുണ്ടെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു. 7 ദിവസത്തിനകം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയുമായി ബാങ്കിലും സുഹൃത്തിന്റെ വീട്ടിലും തെളിവെടുപ്പ് നടത്തി. പോലീസ് തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. കറിക്കത്തിയുമായി എത്തിയാണ് റിജോ ബാങ്കിൽ കൊള്ള നടത്തിയത്. കൊള്ളയടിച്ച പണത്തിൽ 10,000 രൂപ ഒഴികെ മുഴുവൻ തുകയും കണ്ടെടുക്കാനായി അല്പസമയത്തിനകം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഡാനി വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഏതാണ്ട് പണം മുഴുവൻ റിക്കവർ ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത് അല്ലേ? ഇനി മറ്റെന്തൊക്കെയാണ് പോലീസിന് ഇനി അവശേഷിക്കുന്നത് തെളിവുകൾക്കായി? രഞ്ജിത്ത്, അല്പസമയത്തിനകം തന്നെ ഇവിടെ കോടതിയിൽ ഹാജരാക്കും, ചാലക്കുടി കോടതിയിൽ ഹാജരാക്കും ഇയാളെ. എന്തായാലും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അത് മാത്രവുമല്ല, പോലീസിന് ആശ്വാസം, ഇതിൽ 10,000 രൂപയൊഴിച്ച് ഇതിൽ മോഷ്ടിക്കപ്പെട്ട, അതായത് അവിടുന്ന് കവർച്ച ചെയ്ത പണം
മുഴുവനായും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ 2,90,000 രൂപ ഇന്ന് രാവിലെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സുഹൃത്തിനാണ് ഈ പണം കടം വാങ്ങിയിട്ട് ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചു കൊടുത്തിരുന്നു. ഈ വിവരം അറിഞ്ഞ സുഹൃത്ത് തന്നെ പോലീസിൽ ഇത് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇവിടെ നിന്ന് തെളിവെടുപ്പ് നടത്തി ഒപ്പം ബാങ്കിലെത്തിച്ചു. ഫോട്ടോ ബാങ്കിലെത്തുകയും അവിടെ അവർ ഏതാണ്ട് അരമണിക്കൂറോളം തെളിവെടുപ്പും കാര്യങ്ങളുമായി അവിടെ തുടരുകയും ചെയ്തു. ഇയാൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഒരു മൊഴി തന്നെയാണ് സാധൂകരിക്കുന്നത്. പോലീസും ഏതാണ്ട് അതിലേക്ക് എത്തിയിരിക്കുന്നു. ഇയാൾ ഒറ്റയ്ക്കാണ് ഇത് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കിയിരിക്കുന്നതുമെന്നുമാണ് പോലീസും മനസ്സിലാക്കുന്നത്. കാരണം മറ്റു തെളിവുകളോ സാഹചര്യങ്ങളോ കണ്ടെത്താനായിട്ട് പോലീസിനും കഴിഞ്ഞിട്ടില്ല. ഇയാൾ കാര്യങ്ങളും കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. പിടിക്കപ്പെടില്ല എന്നൊരു ഉറപ്പ് ഇയാളുടെ ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ വന്നു ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീട് വിട്ടു പോകാതിരുന്നത്, പണം വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കത്തി കാണിച്ച് ബാങ്കിലെത്തിയപ്പോൾ അതിൽ ആരെങ്കിലും തടഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ താനത് മോഷണ ശ്രമം അവസാനിപ്പിക്കുമായിരുന്നു. കാരണം അത്ര ആ രീതിയിലായിരുന്നു ഒരു മാനസിക ധൈര്യം അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. പോലീസിന്റെ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. രഞ്ജിത്ത്. ശരി, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ജീവനക്കാരനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. ചീഫ് റീജിയണൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. പരാതി നൽകിയതിന് പിന്നാലെ സ്ഥലം മാറ്റിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരന്റെ ഭാര്യ ആരോപിച്ചു. എന്നാൽ പരാതിയിൽ വിശദീകരണവുമായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് രംഗത്തെത്തി. കൊച്ചി റീജിയണൽ ഓഫീസ് DGM നിതീഷ് കുമാർ സിൻഹ, AGM കശ്മീർ സിംഗ് എന്നിവർക്കെതിരെയാണ് പരാതി. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലുള്ള ജീവനക്കാരനെ നിരന്തരം ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്നും പരാതിപ്പെട്ടപ്പോൾ സ്ഥലം മാറ്റിയെന്നുമാണ് ആരോപണം. മേലുദ്യോഗസ്ഥർക്ക് ചായയും മരുന്നും വാങ്ങാൻ പറഞ്ഞയക്കുന്നതും പതിവായിരുന്നു. എതിർത്തപ്പോൾ കൈകൊണ്ട് പുറത്തടിച്ചെന്നും പരാതിയിൽ പറയുന്നു. ആൾ അഹമ്മദാബാദിൽ പോയി ജോയിൻ ചെയ്തിട്ടില്ല. കാരണം അവർ ഭീഷണിപ്പെടുത്തിയേക്കുന്നതിന് നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അവിടെ വേറെ ഇഷ്യൂസ് ഉണ്ടാക്കി നിന്നെ ജോലി കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നിതീഷ് കുമാർ സിൻഹ നമ്മളെ ഭീഷണിപ്പെടുത്തിയത് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഉയർന്ന ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവിടെ ചെന്നാൽ നിനക്ക് മനസ്സിലാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും AGM കശ്മീർ സിംഗ് ആണ്. അദ്ദേഹമാണ് ആളോട് ചായ വാങ്ങിച്ചു തരിക, പലഹാരം വാങ്ങിച്ചു കൊണ്ടുവരിക. എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജറാണ്. ആളാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അധിക്ഷേപം സഹിക്കാനാകാതെ വന്നതോടെ ഡിസംബറിൽ പരാതി നൽകിയെങ്കിലും ഭീഷണിയെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. പരാതി നൽകിയതിന്റെ പ്രതികാര നടപടിയായി സ്ഥലം മാറ്റി. ഇതോടെയാണ് കുടുംബം വീണ്ടും പരാതി നൽകിയത്. എന്നാൽ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച കൊച്ചി സെൻട്രൽ പോലീസ് പറയുന്നത് പ്രതിസ്ഥാനത്തുള്ള കശ്മീർ സിംഗും ദളിത് വിഭാഗത്തിൽപ്പെട്ടതായതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്നാണ്. DGM നിതീഷ് കുമാർ സിൻഹയ്ക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യവും നൽകിയിരുന്നു. അതിനിടെ ആരോപണം തള്ളി ബാങ്ക് AGM രംഗത്തെത്തി. ബാങ്ക് അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് പരാതിയെന്നും കുറിപ്പിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ഓണറേറിയം വർധനമടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ആശാ വർക്കർമാരുടെ സമരം 8ാം ദിവസവും തുടരുന്നു. രാഷ്ട്രീയ പ്രേഡ് സമരമെന്ന സർക്കാർ നിലപാട് തള്ളിയ സമരക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പിന്മാറില്ലെന്ന് വ്യക്തമാക്കി. പിന്തുണയുമായി കൂടുതൽ നേതാക്കളും സംഘടനകളും സമരപന്തലിലെത്തി. അതേസമയം പൊതുവഴി തടസ്സപ്പെടുത്തിയത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആശാ വർക്കർമാർക്കെതിരെ കേസെടുത്തു. ഉത്തരേന്ത്യയെ വിറപ്പിച്ച് 2 ഭൂചലനം. ഡൽഹിയിലും ബീഹാറിലുമാണ് രാവിലെ ഭൂചലനമുണ്ടായത്. രണ്ടിടത്തും ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുലർച്ചെ 5:36 ഡൽഹി കുലുങ്ങിയത്. ഉഗ്രശബ്ദത്തോടെയായിരുന്നു പ്രകമ്പനം. അതിരാവിലെ ആയതിനാൽ പലരും ഉറക്കത്തിലായിരുന്നു. കട്ടിലടക്കം കുലുങ്ങിയതോടെ വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും ആളുകൾ ഇറങ്ങിയോടി. खड़ा था जी उस टाइम पे, वो कुछ काम कर रहा था, तेज झटका सा महसूस हुआ, फिर जल्दी जल्दी कमरे से निकला, तब तक वो शांत हो चुका था. 2 सेकंड का था कम से कम. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം സൗത്ത് വെസ്റ്റ് ഡൽഹിയിലെ ധൌലാകുവാമാണ്. നോയിഡ, ഗ്രേറ്റർ നോയിഡ, ഗസിയാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഡൽഹി കുലുങ്ങിയതിന്റെ ഞെട്ടൽ മാറും മുമ്പേ 8 മണിയോടെ ബീഹാറിലും 8:15 സിക്കിമിലും ഭൂചലനമുണ്ടായി. സിവാൻ പ്രഭവ കേന്ദ്രമായ ഭൂചലനത്തിലും റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തി.
സിക്കിമിൽ നേരിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ളതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുൻകരുതലുകൾ പാലിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. രഞ്ജി ട്രോഫി സെമിയിൽ ഗുജറാത്തിനെതിരെ കേരളം മികച്ച നിലയിൽ. ആദ്യ ദിനം അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസ് എന്ന നിലയിലാണ് കേരളം. 69 റൺസുമായി ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും 30 റൺസുമായി മുഹമ്മദ് അസറുദ്ദീനുമാണ് ക്രീസിൽ.